ഹായ് സുന്ദരീസ്. അപ്പോൾ വിഷു ആവാറായി. അപ്പോൾ ഒരു വിഷു മേക്കപ്പ് ലുക്ക് എന്തായാലും വേണമല്ലേ. അതിനൊപ്പം ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് കേട്ടോ. എല്ലാ പ്രോഡക്ട്സും അണ്ടർ ₹500 ആണ്. അപ്പോൾ ഞാൻ പ്രോഡക്ട്സ് എല്ലാം അവിടെ ടാഗ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ കമൻസിൽ നോക്കിയാൽ മതി. ലിങ്ക്സ് എല്ലാം തന്നെ ഉണ്ടാവും കേട്ടോ. ഞാൻ രാവിലെ ഇതിപ്പോൾ 4 മണിക്ക് എണീറ്റുള്ളതാണ്. ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വിഷു ഷൂട്ട് തന്നെയാണ്. നല്ല ഡ്രൈ സ്കിന്നൊക്കെ ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഷീറ്റ് മാസ്ക് ഇടാൻ നൈക്കയുടെ ഒരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഷീറ്റ് മാസ്ക് ഒരു 250 അതിനെക്കാട്ടിലും താഴെയുള്ള റേഞ്ചിൽ കിട്ടും. ഷീറ്റ് മാസ്ക് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളൊന്നുമില്ല. നമുക്ക് ആ ഒരു പോയിന്റിൽ കിട്ടുന്ന ഒരു ഹൈഡ്രേഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് അതിൻ്റെ മെയിൻ സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു സ്കിന്നിൽ ആ ഒരു ഗ്ലോ ആയിട്ടുണ്ടാവും. ലിപ് ബാം ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ്. SPF ഉണ്ട്, ഇതിന് SPF 58 ഉണ്ട്, 38 ഉണ്ട് തോന്നുന്നു. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഇത് ഓലെൻസിൻ്റെ കോൺടാക്ട് ലെൻസ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡല്ല ഇത്, പക്ഷെ എനിക്ക് നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കായിട്ട് വേണം. ചില ഷൂട്ട്സിനൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ നമുക്ക് പരീക്ഷിക്കാൻ പറ്റാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലെൻസാണ്. അതല്ല, നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്ക് വേണം. എനിക്കിപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ ഐസാണുള്ളത്. അപ്പോൾ അതിനോട് ചേരുന്ന ഒരു കോൺടാക്ട് ലെൻസ് വേണമെങ്കിൽ നമുക്ക് അക്വാ ലെൻസിനുണ്ട്, ഡസ്കി ബ്രൗൺ ഉണ്ട്, അതേപോലെ തന്നെ ഫ്രഷ് ലുക്കിൻ്റെ ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് അക്വാ ലെൻസ് അല്ല, സോറി, ഇത് യൂസ് ചെയ്തിരിക്കുന്ന ലെൻസിൻ്റെ, അത് കുറച്ചും കൂടി ഇങ്ങനെ എടുത്തറിയുന്ന ലെൻസാണ് കേട്ടോ. പിന്നെ മുടിയിൽ വന്നിട്ട് ഞാൻ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ടുള്ള ഹെയർ സ്റ്റൈലൊന്നും ഉദ്ദേശിക്കുന്നില്ല. മുടി നല്ല സ്ട്രെയിറ്റൻ ചെയ്ത് ഇങ്ങനെ ഫ്രിസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ കേളി ആണെങ്കിലും നല്ലത്. അപ്പോൾ ഫ്രിസ് ഫ്രീ ആയിട്ട് നല്ല മാനേജബിൾ ആയിട്ട് കിടക്കുമ്പോൾ സിമ്പിൾ ഹെയർ സ്റ്റൈൽ ചെയ്താലും നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷൂട്ടിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഒതുങ്ങി അങ്ങ് കിടക്കും. അപ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന രീതിയിലാവും. അതല്ലെങ്കിൽ എൻ്റെ മുടി വന്നിട്ട് നല്ല ഫ്രിസ്സി ആയിട്ടുള്ള മുടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ലൈറ്റായിട്ടൊന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളതാണല്ലോ. ഇതൊന്ന് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. കുറച്ച് കാറ്റൊക്കെ അടിച്ചാലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ നിന്നോളും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈരി കൊടുക്കുന്നുണ്ട്. അത്ര തന്നെയുള്ളൂ. എൻ്റെ മുടി ഉണ്ടല്ലോ, ഈ പിൻവശത്തും അതേപോലെ സൈഡിലൊക്കെയാണ് കുറച്ചിങ്ങനെ ചുരുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അത് കുഞ്ഞു മുടികളാണ് താനും, ചെറുതായിട്ട് വളർന്നു വരുന്ന മുടികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പിടിച്ചൊന്ന് സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അഴിച്ചിടുന്നതാണ് നല്ലത്. നല്ല ചൂടായതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് കെട്ടി വെച്ചു കേട്ടോ. അങ്ങനെ ഇരുന്നോട്ട്. ഇനി നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനെക്കാട്ടും മുന്നേ ഷീറ്റ് മാസ്ക് ഒന്ന് മാറ്റാം. ഷീറ്റ് മാസ്ക് മാറ്റുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ഹൈഡ്രേഷൻ ഉണ്ടാവും. ഇങ്ങനെ പ്ലം എന്നുള്ള ഫീൽ ഉണ്ടാവും. പക്ഷെ അത് പുറമേ കാണുന്ന മാത്രമാണ് കേട്ടോ. അതിങ്ങനെ ഡീപ്പായിട്ട് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് നമുക്ക് കുറേ നേരത്തേക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹൈഡ്രേഷൻ ഒന്നും അല്ല. പക്ഷെ നമുക്ക് മേക്കപ്പ് ചെയ്യണേക്കാട്ടിന് മുന്നേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞാലും പിറ്റേ ദിവസം രാവിലത്തേക്ക് ഒരു ഗ്ലോ ഉണ്ടാവും. ഇത് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ്. നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. അധികം തിക്കുമല്ല, അധികം തിന്നുമല്ല, അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് പിന്നെന്താ വേണ്ടേ, മസ്റ്റായിട്ട് സൺസ്ക്രീൻ വേണം. പക്ഷെ ഓരോ പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ഫ്യൂ സെക്കൻഡ്സ്, ഒരു 10 to 15 സെക്കൻഡ് എങ്കിലും ഗ്യാപ്പ് കൊടുക്കുക. അങ്ങനെ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് നമ്മുടെ ഫേസിൽ സെറ്റിലായിട്ടുണ്ടാവും. എൻ്റെ കാത് പിന്നെയും പഴുക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ, എന്തായിന്ന്. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ കാത് ശരിയാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആദ്യം പഴുക്കും, പിന്നെ ശരിയാവും, പിന്നെയും പഴുക്കും. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ അതൊരു ഡോക്ടർ ഷെയറിൻ്റെ സൺസ്ക്രീൻ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീനാണ്, ഈവൻ ദ വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിലും. കാരണം ഇത് ബ്ലെൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ബ്ലെൻഡ് ചെയ്യുന്ന വരേക്കും ഭയങ്കര പാടാണ് കേട്ടോ അത്. ആ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എന്നാൽ നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീൻ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഷൂട്ടുള്ള സമയത്തൊക്കെ, വെയിലത്തൊക്കെ പോണ സമയമാകുമ്പോൾ ഉണ്ടല്ലോ, ഞാനിതങ്ങിടും. ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണ്ടപ്പോൾ മുഖത്തൊരു വെള്ള പെയിന്റ് അടിച്ച പോലെയുള്ള, നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ എല്ലാം ശരിയാവും. ഇത് ഇൻസൈറ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ. പോർലെസ് ആക്കാൻ വേണ്ടി, പോർലെസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പോർസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈമറാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈമറാണ്. ഒരു 125 രൂപയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്രൈമർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ മെയിനായിട്ട് എൻ്റെ ഫേസിൽ പോർസുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ബ്ലഷ്, ഇത് ഇൻസൈറ്റിൻ്റെ തന്നെ ബ്ലഷാണ്. നമുക്ക് തന്നെ ഷീ ഗ്ലാമിൻ്റെ ബ്ലഷ് എടുക്കാം. ഷീ ഗ്ലാമിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു 500 രൂപയാണെങ്കിൽ ഇതിനൊരു 250, 240 രൂപയേ ഉള്ളൂ. ചെറിയ ഡിഫറൻസ് ഉണ്ട്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാൻ വേണ്ടി ഷോർട്ട്സ് കണ്ടാൽ മതി. ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ മേക്കപ്പ് ലുക്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആദ്യം ബ്ലഷ് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ കൺസീലർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബ്ലഷ് അധികം ഉള്ളതൊന്ന്
സെറ്റാവും. അതേപോലെ തന്നെ ബ്ലഷ് ചെറുതായിട്ടൊരു കളർ കറക്റ്റിംഗ് മോഡിലേക്ക് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മേക്കപ്പിൽ അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഇല്ല കേട്ടോ. ഇന്നതുപോലെ ചെയ്യണം, ഇന്നത് അതായത് ഈ ഈ ഈ ഓർഡറിൽ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തരുടെ ഫേസിനനുസരിച്ചിട്ടും അവരുടെ ഒരു സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടും ഒക്കെ നമുക്ക് മാറ്റി മറിച്ചും ഒക്കെ ചെയ്യാം. അപ്പോൾ അതാണ് മേക്കപ്പിൻ്റെ കാര്യം വരുമ്പോഴും നമുക്ക് പ്രാക്ടീസ് ഒരുപാട് മാറ്റർ ചെയ്യുന്ന ഒരു സാധനമാണ്. എന്നാലേ നമുക്ക് വെച്ചാൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏതാണ് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് സൂട്ട് ആവുന്നതെന്നുള്ളത്. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ബേസിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഇടും. എൻ്റെ ഒപ്പം തന്നെ ലിക്വിഡ് ഹൈലൈറ്റർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് ഹൈലൈറ്ററോ ഇൻസൈറ്റിലെ ലിക്വിഡ് ഹൈലൈറ്ററോ ഏത് വേണമെങ്കിലും എടുക്കാം. അഫോർഡബിൾ ആണ് നോക്കണമെന്ന് വെച്ചാൽ അതിട്ടിട്ട് ആ ബ്ലഷിൻ്റെ കൂടെ ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹൈലൈറ്റർ ഇട്ട പോലെ തോന്നുന്നില്ല, എന്നാൽ ആ ഒരു ഗ്ലോ ഉണ്ടാവും താനും കേട്ടോ. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഭാഗത്ത് മാത്രം കൺസീലർ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഫീലും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഒരുപാടൊന്നും ഒലിച്ചു പോകാനില്ല. ബ്ലഷ് നമ്മൾ കവിളിൻ്റെ ആ ഭാഗത്ത് മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ, അത് അങ്ങനെ ഇരുന്നോളും. കൺസീലർ ആണെങ്കിലും വേണ്ട ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ട് അവിടെ മാത്രം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സ്ട്രാ ബ്രഷിൽ വരുന്ന കൺസീലറാണ് ബാക്കി നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഓക്സിഡൈസ് ആയി നന്നായിട്ട് നമ്മുടെ ഫേസായിട്ട് ബ്ലെൻഡ് ചെയ്ത് സെറ്റായി വന്നോളും. ഇപ്പോഴുള്ള ഒരു കളർ ഡിഫറൻസ് ഒന്നും കണക്കാക്കണം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കിത് വർക്കാവുന്നതാണ് തോന്നുന്നത്. കാരണം ഞാൻ ഇത്രയും നാളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടൊന്നും അല്ലല്ലോ. മേക്കപ്പും സ്റ്റിച്ചിങ് ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും ഒന്നും പഠിച്ചിട്ടുള്ളതല്ല. നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് വർക്ക് ആവണത് ഷെയർ ചെയ്യല്ലേ ചെയ്യുന്നത്. അതാണ് നമ്മൾ കോണ്ടൻറ് ക്രിയേറ്റേഴ്സും പ്രൊഫഷണൽസും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് പറ്റുന്നത് ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ഡെഫിനറ്റ്ലി പ്രൊഫഷണൽസിന് തന്നെയാണ് കേട്ടോ പറ്റുക. അപ്പം അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഇപ്പം തന്നെ ഏകദേശം സെറ്റായി വരുന്നില്ലേ. അപ്പോൾ ഇനി നമുക്ക് ലൂസ് പൗഡർ എടുക്കാം. ഇത് മെബ്ലിൻ്റെ ഫിറ്റ്മിയുടെ ലൂസ് പൗഡറാണ്. അതുപോലെ തന്നെ മാർസിൻ്റെ ലൂസ് പൗഡർ നല്ലതാണ്. എനിക്ക് മാർസിൻ്റെ ഇതിനെക്കാട്ടും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ലൂസ് പൗഡർ ഒരു സ്പഞ്ചിലെടുത്തിട്ട് കണ്ണിൻ്റെ താഴെ, അതല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഈ കൺസീലർ ഇട്ട ഭാഗങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ക്രീസ് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് ഈ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പതിയെ കുറച്ച് നേരം ഇരുന്നിട്ട് അത് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. സാധാരണ കോമ്പാക്ട് പൗഡർ ഇടുന്നതിനെക്കാട്ടും നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. പിന്നെ അതുപോലെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവുകയും ചെയ്യും കേട്ടോ. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ബ്ലഷ് ഇല്ല, അത് തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ചെടുക്കുന്നത്. എന്നിട്ട് കണ്ണിൻ്റെ മീതെ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഏത് വെച്ചാൽ കയ്യിൽ ഏത് ബ്ലഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേ കളറിൽ ഐ ഷാഡോ ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നൈക്കയുടെ ഈ ഒരു കോഡ് ആണ് എടുക്കുന്നത്. ഇതൊരു 250 അതിനെക്കാട്ടിലും താഴെയായിട്ടാണ് ഉള്ളത്. ഇത് നമ്മൾ ഔട്ടർ കോർണേഴ്സിൽ അതിൻ്റെ ഒരു ഡാർക്കർ ഒരു മജന്ത ഷെയ്ഡാണ് എടുക്കുന്നത്. അപ്പോൾ ലൈറ്റർ കളറ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടും ഡാർക്കർ കളർ വന്നിട്ട് ഔട്ടർ കോർണറിലേക്ക് ആക്കിയിട്ടും ഇടാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ തന്നെ ഒരു ഷിമ്മർ ഷെയ്ഡ്, ഒരു പിങ്ക് ആ ഒരു കൈൻഡ് ഓഫ് ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മീതയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഏതൊരു ഐ ഷാഡോ പാലറ്റിലും കിട്ടുന്ന കളേഴ്സാണ്. ഇതൊന്നും ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള കളേഴ്സൊന്നും അല്ല. ഇതാകുമ്പോൾ എല്ലാ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പം ചേർന്ന് പോവുകയും ചെയ്യും. അതിൻ്റെ ക്രീസ് ഭാഗം മാത്രം ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷൈൻ ഉണ്ട്. ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഗ്ലിറ്റർ അല്ല, ഒരു ഷിമ്മർ ഇട്ടൊരു ഷൈൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ കുറച്ചുകൂടി സട്ടിലായിട്ടില്ലേ ഇപ്പോൾ ഒരു ലൈറ്റർ കളർ വെച്ചിട്ട് കൂടി ബ്ലെൻഡ് ചെയ്യുമ്പോൾ. എന്നിട്ട് നമുക്ക് ടൈറ്റ് ലൈൻ ചെയ്യാം. ഇത് ഏതിൻ്റെയുടെ കാജൽ, റിനയുടെ കാജൽ, അത് വന്നിട്ട് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ടൈറ്റ് ലൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇതുള്ള പോലെ ഫീൽ ചെയ്യും. അതായത് കൺപീലി ഉള്ള പോലെ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ കണ്ണിൻ്റെ താഴെ ഔട്ടർ ഭാഗത്ത് മാത്രം, അതായത് ഉള്ളിലേക്ക് ആയിട്ട് അധികം അപ്ലൈ ചെയ്യേണ്ട ഔട്ടർ ഭാഗത്ത് മാത്രമായിട്ട് കൺപീലിയുടെ അവിടെയായിട്ട് ലൈറ്റായിട്ട് കാജലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴും നമുക്ക് കണ്ണിന് നല്ല വലിപ്പമുള്ള പോലെ ഫീൽ ചെയ്യിക്കാനായിട്ട് ഒരുപാട് നല്ലതാണ്. ചെറുതായിട്ട് വാലിട്ട് കൊടുക്കണമെങ്കിൽ ആവാം. ടൈറ്റ് ലൈൻ ചെയ്യുന്നതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ വന്നിട്ട് നമുക്ക് ആ ഒരു ഡാർക്കർ പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, അത് കണ്ണിൻ്റെ താഴെ ലൈറ്റായിട്ടൊന്ന് ഇതേപോലെ ആ കാജൽ വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഷാഡോ പോലെ ക്രിയേറ്റ് ആവും. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് നല്ല ഇഷ്ടം. എനിക്ക് കണ്ണിൽ ഉള്ളിൽ എഴുതുന്നതിനെക്കാട്ടിനും ഇഷ്ടം എപ്പോഴും ഇതേപോലെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാവുന്നതാണ്.
ഇത് വന്നിട്ട് സ്റ്റേസിൻ്റെയാ തോന്നുന്നു. നല്ല ഐലൈനറാണ് കേട്ടോ. ഇത് വന്നിട്ട് ലൈറ്റായിട്ട് ഉള്ളിൽ ഇതേപോലെ എഴുതി നമുക്ക് വാല് വരയ്ക്കാവുന്നതാണ്. വാല് ഞാൻ ചെറിയ വാലാണ് ഉദ്ദേശിക്കുന്നത്, വലിയ വാലായിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതേപോലെ തന്നെ ലൈറ്റായിട്ട് ഇങ്ങനെ എഴുതാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതും നല്ല രസമാണ് കാണാനായിട്ട്. ഒരുപാട് തിക്കായിട്ട് എഴുതും തോറും നമ്മുടെ കണ്ണിൻ്റെ വലിപ്പം കുറയാണ് ചെയ്യുക. ഇതാകുമ്പോൾ കണ്ണിന് നല്ല വലിപ്പം തോന്നിപ്പിക്കാനായിട്ടും ഒരുപാട് നല്ലത്. സിമ്പിളല്ലേ, ഇതൊന്നും വലിയ പ്രശ്നമുള്ള സാധനമല്ല. പക്ഷേ വിങ് ലൈനർ ആകുമ്പോൾ നമുക്ക് മനസ്സിൽ കരുതേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. സ്മോക്കി ഐ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. പക്ഷെ കണ്ണിന് ആ ഒരു ഷെയ്പ്പ്, ആ ഒരു എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു മീനിൻ്റെ കണ്ണൊക്കെ പോലെ ഇങ്ങനെ നീളനെയൊക്കെ ആക്കിയെടുക്കണമെങ്കിൽ നമുക്ക് ഐലൈനർ മുകളിലേക്ക് എഴുതുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അതിനുശേഷം ലിപ്സിന് വേണ്ടിയിട്ട് ഒരു കോംബോ, സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനറും അതേപോലെ തന്നെ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് വന്നിട്ട് ഇൻസൈറ്റും സ്വിസ് ബ്യൂട്ടി, മാൾസ് അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം എല്ലാ ഒരു 500 റുപ്പീസിനെക്കാട്ടിലും താഴെയുള്ള പ്രോഡക്ട്സിൽ ആക്ച്വലി എല്ലാ ഒരു 300 അതിനെക്കാട്ടിലും താഴെയുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. മെയിനായിട്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ലൂസ് പൗഡർ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു 500 റുപ്പീസിൻ്റെ ആയിട്ട്. ഈ ലിപ്സ്റ്റിക്കൊക്കെ 100 സംതിങ്ങേ ഉള്ളൂ, 110 അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ നല്ലതാണ് കേട്ടോ, നല്ല ഷെയ്ഡാണ് അത്. ഡസ്കി ഡീപ്പ് സ്കിൻ ടോണിനൊക്കെ നന്നായിട്ട് ചേരുന്നൊരു ഷെയ്ഡാണ്. ഞാൻ മനസ്സിലാക്കിയെന്താ വെച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഉണ്ടല്ലോ, ഒരു ലിപ്പ് ലൈനർ വെച്ച് ലൈൻ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതാ ഇട്ടിരിക്കുന്ന ആ ലൂസ് പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് തട്ടിക്കളയാം. അപ്പോഴേക്കും തേക്കണ്ട ഓക്സിഡൈസ് ആയിട്ട് നമ്മുടെ കൺസീലറൊക്കെ നമ്മുടെ അതേ ഷെയ്ഡ് പോലെ ആയി മാറിയിട്ടുണ്ട്. ബ്ലഷും ഏകദേശം ഒക്കെ സെറ്റായിട്ടില്ലേ, ഇനിയും കുറച്ചും കൂടി ഓക്സിഡൈസ് ആവും കേട്ടോ, അപ്പോഴേക്കും ഒന്നും കൂടി സെറ്റായിട്ടുണ്ടാവും. ഇനി ഐബ്രോസൊക്കെ ഒന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലൈറ്റായിട്ട് ചെറിയ ചെറിയ സ്ട്രോക്സ് വരച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് സ്പൂളി വെച്ചിട്ടൊന്ന് ഈരി കൊടുക്കാം. ഒന്നും കൂടി സെറ്റായിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെബ്ലിൻ്റെ ഐബ്രോ ജെല്ലുണ്ടല്ലോ, അത് വെച്ചിട്ടും നമുക്കൊന്നിങ്ങനെ വരച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ വന്നിട്ട് ഈ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഏറ്റവും ഭംഗി വരുന്നത് ലിപ്പ് ലൈനർ എഴുതുമ്പോഴാണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് മസ്കാരയുടെ കാര്യം. അതിനൊരു ഭംഗി വരണമെങ്കിൽ എന്തായാലും ലാഷസ് കേൾ ചെയ്യുക, എന്നിട്ട് മസ്കാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സാധനമുണ്ട്, ഇത് സെപ്പറേറ്ററാണ്. അതായത് മസ്കാര ഇത്തിരി ക്ലംസി ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ നല്ല രസമായിട്ടുണ്ടാവും നമുക്ക് ഇത് കാണാനായിട്ട്, കൺപീലി കാണാനായിട്ട്. ഞാൻ പറയാറില്ലേ, നമുക്ക് അങ്ങനെ കൺപീലി കുറവുണ്ടായിട്ടല്ല, പക്ഷെ ഇങ്ങനെ കുറച്ച് താന്ന് നിൽക്കുന്നതാണ് പ്രശ്നം. അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഐലാഷസ് വെച്ച് കേൾ ചെയ്താൽ മതിയാവും കേട്ടോ. കുറച്ച് എൻ്റെ മസ്കാര അവിടെ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. അത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സാധാരണ ഒരു ക്യൂട്ടിപ്പ് വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കോട്ടൺ പാഡ് വെച്ചിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ പിരിപിരാന്ന് പറഞ്ഞാൽ ഇളകി പൊക്കോളൂ. അതിങ്ങനെ മഷിയായിട്ട് ഇങ്ങനെ പടരില്ല കേട്ടോ, അത് നല്ല കാര്യം. പിന്നെ ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്, ഇത് അഫോർഡബിൾ ആയിട്ടുള്ളത്. ഇത് വെച്ചിട്ടൊന്ന് സ്പ്രിറ്റ്സ് ചെയ്ത് കൊടുത്താൽ മേക്കപ്പ് നല്ല സെറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഈവൻ സ്കിൻ ടോണും ഒക്കെ ആയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സ്കിന്നാന്ന് തോന്നുന്നുണ്ട് അല്ലേ, അതായത് സ്കിന്നിൻ്റെ മീതെ ഒരു ലെയർ പോലെ ഇരിക്കുന്നില്ല, കാരണം നമ്മൾ ബേസ് മേക്കപ്പ് അത്ര കുറവാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ജ്വല്ലറി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് സമയമായി. ഇനി ബാക്കി ഹെയർ സ്റ്റൈലും ബാക്കി എന്തെങ്കിലും എക്സ്ട്രാ മേക്കപ്പ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാറിൽ കയറിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴത്തേക്ക് ഇത്ര മതി കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ലൊക്കേഷനിലെത്തി, ഒരു പൊട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു, ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ ധാവണിക്കുണ്ടല്ലോ, ഇത് ആര്യൻസ് ബുട്ടീക്ക് എന്നുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ. ഈ ധാവണിക്ക് നമ്മൾ 2 ദുപ്പട്ടയായിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഒന്ന് ഗ്രീനും ഒന്ന് യെല്ലോ. ഏത് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് പറയട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇട്ടപ്പോൾ യെല്ലോ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കണ്ടപ്പോഴും അതെ. പക്ഷെ എന്നാൽ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് ഗ്രീൻ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇത് വന്നിട്ട് ഒരു മഞ്ചാടി സാരിയാണ്, ദുപ്പട്ടയല്ല, സാരിയുടെ പല്ലൂൻ്റെ അടിയിലൊക്കെ നോക്കുകയാണെങ്കിൽ മഞ്ചാടിയാണ് കൊടുത്തിട്ടുള്ളത്. മുടിയുടെ അറ്റത്ത് ഞാൻ മഞ്ചാടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതെനിക്ക് നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ഏത് ലുക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് പറയൂ കേട്ടോ.